KPCC നടത്തിയ വൈക്കം സത്യാഗ്രഹ സമരശതാബ്ദി സമാപന സമ്മേളനം വൈക്കം സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് KPCC വൈസ് പ്രസിഡന്റ് ശ്രീ VP സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിനായി നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഈ സമരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി കോൺഗ്രസ് ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിൽ സമരങ്ങൾ ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൽ സവർണരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തണമെന്നുള്ള ദേശീയ നേതാക്കളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയതെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ VD സതീശൻ പറഞ്ഞു. ഒരാഴ്ച എത്രമാത്രം തീഷ്ണമായ പ്രയത്നം നടത്തിയാലാണ് ഒരാഴ്ച ഒരു വിഷയത്തിൽ നമുക്ക് സമരം നടത്താൻ പറ്റുന്നത്. അപ്പൊ 603 ദിവസക്കാർ വേണമെങ്കിൽ ഒരു 5000 പേരെയോ 10000 പേരെയോ ഇവിടെ കൊണ്ടുവന്നു മാർച്ച് 30-ാം തീയതി സമരം നടത്തി പിരിഞ്ഞു പോയത് ആ സബ്ജക്ട് പറഞ്ഞുകൂടി പോകും. പക്ഷേ 3 പേരെ അറസ്റ്റ് വരിച്ചുകൊണ്ട് സമരം തുടങ്ങി. പിറ്റേ ദിവസം അറസ്റ്റ് വരികയാണ്, എല്ലാ ദിവസവും അറസ്റ്റ് വരിക, സമരം നീണ്ടു നിൽക്കുകയാണ്. വളരെ ബുദ്ധിപൂർവമായ ഒരു സമരം ആ കാലഘട്ടത്തിൽ, ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു സമരം എങ്ങനെയാണ് നീണ്ടു നിൽക്കുകയും അതിന് അവസാനം എങ്ങനെ ഉണ്ടാകുക എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പരീക്ഷ മഹാത്മാഗാന്ധിയാണ് ഈ സമരത്തിന് കൃത്യമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിരുന്ന സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സമരത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഈ സമരത്തിൻ്റെ വിജയം നൽകിയ ഊർജം കൊണ്ടുകൂടിയാണ് ക്ഷേത്രപ്രവേശന സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയത്. ഈ സമരങ്ങൾ ഇന്ത്യയിൽ ആകമാനം ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്ന കാലത്താണ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത്. ഒരു വശത്ത് സ്റ്റാലിനും മുസോളിനിയും ഹിറ്റ്ലറും അടങ്ങുന്ന ഫാസിസ്റ്റ് മുന്നണിയും മറുവശത്ത് ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ളവരും അണിനിരുന്നപ്പോൾ ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകിയതിൻ്റെ കാരണം ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ജയിച്ചാൽ ഉണ്ടാകാവുന്ന ഫാസിസത്തിൻ്റെ അപകടം സർവനാശത്തിന് കാരണമാകുമെന്നുള്ള തിരിച്ചറിവിൻ്റെ കൂടി ഫലമായിരുന്നുവെന്ന് ഇന്നത്തെ ലോകം മനസ്സിലാക്കണമെന്നും ശ്രീ VD സതീശൻ ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായിരുന്ന KC ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ചാണ്ടി ഉമ്മൻ MLA, KPCC വൈസ് പ്രസിഡന്റും വീക്ഷണം MDയുമായ ജേസൺ ജോസഫ്, അഡ്വക്കേറ്റ് PA സലീം, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ഫിലിപ്പ് ജോസഫ്, ഫിൽസൺ മാത്യൂസ്, മോഹൻ D ബാബു, PD ഉണ്ണി, B അനിൽകുമാർ, MK ഷിബു, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ്, അക്കരപ്പാടം ശശി, ജോൺ പേരയിൽ, MN ദിവാകരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നവോത്ഥാന മുന്നേറ്റത്തിന് കോൺഗ്രസ് ആദ്യം തുടക്കം കുറിക്കുന്നത് വൈക്കത്തു നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. മഹാത്മാഗാന്ധിയുടെ വരവും TK മാധവൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ സമരവും അന്നത്തെ KPCC സെക്രട്ടറി ആയിരുന്ന KP കേശവമേനോന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളെല്ലാം ഈ 603 ദിവസം നീണ്ടു നിന്നപ്പോൾ നിരവധി രക്തസാക്ഷികളടക്കം ആ സമരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ചരിത്ര രേഖകളിൽ കാണുന്നത്. വിഷൻ ന്യൂസ് വൈക്കം.